ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിസ്ത്യൻ ടൈം. സോ ഇന്നത്തെ ടോപ്പ് 5 ലിസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ MCUവിൽ എല്ലാം നഷ്ടപ്പെട്ട ഹീറോസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയും നിലവിലോട്ട് കിടക്കാം. അപ്പോൾ നമ്പർ 5 ക്യാരക്ടറാണ് നമ്മുടെ സൂരി. സോ സൂരി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉറപ്പായിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നമ്മുടെ വക്കാണ്ട ഫോറെവർ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മുടെ സൂര്യക്ക് വന്നത് തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിവിൽ വാറിൽ, കൂടാതെ തൻ്റെ ബ്രദർ ടീച്ചാലിന് നഷ്ടപ്പെട്ടു, കൂടാതെ വക്കാണ്ട ഫോറെവറിൽ തൻ്റെ അമ്മയും നമ്മുടെ സൂര്യക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, ഇത്രയൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ സൂര്യക്കൊരു പുതിയൊരു ഫാമിലി എന്താ പറയുക ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ടീച്ചാലയുടെ മോനെ നമ്മുടെ സൂര്യക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ വക്കാണ്ട എന്ന ഒരു സിറ്റിയും അവിടെയുള്ള കുറച്ച് പീപ്പിൾസ് നമ്മുടെ സൂര്യക്ക് ഇപ്പോൾ സ്വന്തം എന്ന് പറയാനുണ്ട്. ബട്ട് സൂര്യയുടെ ഓൺ ഫാമിലി സൂര്യക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടർ ഇതേ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് നമ്മുടെ സ്റ്റാർ ലോർഡ്. സോ സ്റ്റാർ ലോർഡിനും എല്ലാം നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ സ്റ്റാർ ലോർഡിന് തൻ്റെ അമ്മയെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാർ ലോർഡിൻ്റെ അമ്മ തൻ്റെ കൺമുമ്പിലാണ് മരിച്ചത്. സോ അത് ഉറപ്പായിട്ടും ഒരു വലിയൊരു സാഡായിട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടിക്കാലത്ത് തന്നെ അമ്മയെ നഷ്ടപ്പെടുന്നത് ഉറപ്പായിട്ടും ഒരു ഡാർക്കായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീട് നമ്മുടെ സ്റ്റാർ ലോർഡ് എത്തിന് പോയി ഈ ഒരു സ്റ്റാർ ലോർഡായിട്ട് മാറുന്ന സമയത്ത് പുള്ളിക്ക് തൻ്റെ അച്ഛനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റാർ ലോർഡിൻ്റെ അച്ഛൻ വന്നൊരു സൈക്കോ ആയിരുന്നു, അങ്ങനെ ഒരു ഈവിൽ ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർ ലോർഡ് തൻ്റെ അച്ഛനെ തന്നെ കൊല്ലായിട്ടൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മുടെ സ്റ്റാർ ലോർഡിനും എല്ലാം നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ബട്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാർ ലോർഡിന് ഒരു കാര്യം നഷ്ടപ്പെട്ടു, അതായത് തൻ്റെ വളർത്തച്ഛനായിട്ടുള്ള നമ്മുടെ യാണ്ടുവിനെ നമ്മുടെ സ്റ്റാർ ലോർഡിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടൊരു സാഡായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ബട്ട് എന്നാൽ നമ്മുടെ സ്റ്റാർ ലോർഡിന് ഇപ്പോൾ ഒരു ഫാമിലി ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഗാർഡിയൻസ് ഉണ്ട്, കൂടാതെ ഒരു സിസ്റ്റർ നമ്മുടെ സ്റ്റാർ ലോർഡിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു പുതിയൊരു ഫാമിലി നമ്മുടെ സ്റ്റാർ ലോർഡിന് ഇപ്പം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ള നമ്പർ 4 ക്യാരക്ടറാണ് നമ്മുടെ ഹൾക്ക് അല്ലെങ്കിൽ ബ്രൂസ് ബാനർ. സോ നമ്മുടെ ബ്രൂസ് ബാനറും ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായ ഒരു ക്യാരക്ടറാണ്. അതായത് ബ്രൂസ് ബാനർ ഹൾക്കായി മാറിയപ്പോൾ തന്നെ എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ ബ്രൂസ് ബാനറിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗേൾ ഫ്രണ്ട് കാരണം തന്നെ നിറയെ പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ആ ഗേൾ ഫ്രണ്ടിൻ്റെ അച്ഛൻ, അതായത് നമ്മുടെ തണ്ടർ ബോൾട്സ് റോസ് നമ്മുടെ ബ്രൂസ് ബാനറിന് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ കാരണം തന്നെ ബ്രൂസ് ബാനറിന് എന്താ പറയുക, ഒരു നോർമൽ ലൈഫേ കിട്ടിയിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം അതേ ഹൾക്കാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിറയെ കാര്യങ്ങൾ നഷ്ടമായ ഒരു എലോനായിട്ട് തന്നെയാണ് നമ്മുടെ ബ്രൂസ് ബാനർ ജീവിച്ചത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബ്രൂസ് ബാനറിന് നമ്മുടെ നടാഷ റോമനോഫിനെ കാണുന്നത്. സോ നമ്മുടെ നടാഷ വന്ന് ബ്രൂസിന് മാത്രമല്ല ഹൾക്കിനും ഒരു ഇമോഷണൽ കണക്ഷനായിട്ട് നിന്നൊരു ക്യാരക്ടറായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ താനോസിൻ്റെ എൻട്രി. സോ അത് കാരണം എൻഡ് ഗെയിമിൽ നമ്മുടെ നടാഷ വന്ന് ആ ഒരു സോൾ സ്റ്റോണിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രൂസ് ബാനറിന് നടാഷ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഉറപ്പായിട്ടൊരു ഭയങ്കര സാഡായിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയാണ്. സോ അങ്ങനെ നമ്മുടെ ഹൾക്ക് ഓർ നമ്മുടെ ബ്രൂസ് ബാനറിനും നിറയെ കാര്യങ്ങൾ നഷ്ടമായ ഒരു ക്യാരക്ടറാണ്. ഈവൻ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ടോണിയും നഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് തന്നെ നമ്പർ 3 ക്യാരക്ടറാണ് നമ്മുടെ വാണ്ട മാക്സിമോഫ് അല്ലെങ്കിൽ സ്കാർലെറ്റ് വിച്ച്. സോ നമ്മുടെ വാണ്ടയും ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായ ഒരു ക്യാരക്ടർ തന്നെയാണ്. നമ്മുടെ വാണ്ടയ്ക്ക് കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ പാരൻസിനെ നഷ്ടമായിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു വെപ്പൺസൊക്കെ കാരണം. അപ്പോൾ പിന്നീട് വാണ്ടയ്ക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് ഒരു ബ്രദറായിരുന്നു, സോ ക്വിക്ക് സിൽവർ. സോ ആ ഒരു ബ്രദറിനെ നമ്മുടെ വാണ്ടയ്ക്ക് എന്താ പറയുക നഷ്ടമായി, അതായത് നമ്മുടെ ഏജ് ഓഫ് അൾട്രോണിലേക്ക് ക്വിക്ക് സിൽവർ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഒരു വാണ്ടയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി വാണ്ടയ്ക്ക് നഷ്ടമായി. സോ പിന്നീടാണ് നമ്മുടെ വാണ്ടയുടെ ജീവിതത്തിൽ വിഷൻ പറഞ്ഞത്. സോ വിഷനും വാണ്ടയും തമ്മിലൊരു ലവ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇവർ ഒരുമിച്ച് ഇങ്ങനെ താമസിച്ച് വരുന്ന സമയത്തായിരുന്നു നമ്മുടെ താനോസിൻ്റെ എൻട്രി. സോ താനോസ് വരികയും നമ്മുടെ വിഷൻ്റെ ദേഹത്തുള്ള സ്റ്റോണും എടുത്തിട്ട് പോവുകയാണ്. സോ അങ്ങനെ വാണ്ടയ്ക്ക് തൻ്റെ വിഷനെ നഷ്ടമാവുകയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാണ്ട തൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു ഡ്രീം വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ വാണ്ട വിഷനുമായിട്ടും തൻ്റെ കുട്ടികളുമായിട്ടും ഒരു ജീവിതം തന്നെ ജീവിക്കുകയാണ്. ബട്ട് അതും വാണ്ടയ്ക്ക് അവസാനം നഷ്ടമാവുകയാണ്. അങ്ങനെ ഇതെല്ലാം നഷ്ടമായി വാണ്ട വന്ന് മെൻ്റലി അൺസ്റ്റേബിൾ ആവുകയാണ്. അങ്ങനെയാണ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വാണ്ട വന്ന് ഒരു ഈവിലായിട്ട് തന്നെ മാറാനുള്ള റീസൺ. പക്ഷേ ഇവിടെ വാണ്ടയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത്രയും കാര്യങ്ങൾ വാണ്ടയ്ക്ക് നഷ്ടമായതാണ്. അപ്പം ഇത് കാരണം വാണ്ട ഓഫ് കോഴ്സ് മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാണ്ട ഒരു ഈവിൽ ക്യാരക്ടറായിട്ട് മാറിയത്. സോ വാണ്ടയും ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായ ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ അടുത്ത് വന്ന് നമ്പർ 2 ക്യാരക്ടറാണ് നമ്മുടെ റോക്കറ്റ് റാക്കോൺ. സോ റോക്കറ്റിൻ്റെ ബാക്ക് സ്റ്റോറി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. അത്രത്തോളം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറിയാണ് റോക്കറ്റിനുണ്ടായിരുന്നത്. ഒരിക്കലും വിചാരിച്ചില്ല ഇത്രത്തോളം സാഡായിരിക്കും എന്ന് റോക്കറ്റിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ റോക്കറ്റ് വന്ന ഒരു റാക്കോൺ ആയിരുന്നു, നമ്മുടെ ഹൈ എവല്യൂഷണറിയാണ് പുള്ളി പിടിച്ച് ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ അതിനുശേഷം നമ്മുടെ റോക്കറ്റ് അവിടെ ഒരു ഫ്രണ്ട്സ് നമ്മുടെ റോക്കറ്റിനുണ്ട്, പ്രത്യേകിച്ച് ലൈല, പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് നമ്മുടെ റോക്കറ്റ് സന്തോഷത്തിൽ
ധൈര്യത്തോടെ തന്നെ ഇരുന്നത്. സോ അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ് ഇരുന്നത്. അങ്ങനെ ആൾമോസ്റ്റ് രക്ഷപ്പെടുന്ന ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് നമ്മുടെ ഹൈ എവല്യൂഷണറി ലൈലയെ കൊന്നത്, തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊന്നത്. സോ ഇത് ഉറപ്പായിട്ട് ഭയങ്കര ഒരു സാഡായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ കരഞ്ഞു പോകും. അത്രയ്ക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് റോക്കറ്റ് റാക്കൂൺ. സോ ആർക്കൊക്കെ റോക്കറ്റിന് ഇഷ്ടമെന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. ഓക്കെ, ഇനി ഫൈനലാ നമ്പർ 1 ക്യാരക്ടേഴ്സാണ്. 2 പേരുണ്ട്. ഒന്ന് നമ്മുടെ സ്പൈഡർമാനും തോറും. ഫസ്റ്റ് ആയിട്ട് സ്പൈഡർമാനിലോട്ട് വരാം. സ്പൈഡർമാനും നമ്മുടെ MCUവിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ പാരൻസിന് സ്പൈഡർമാൻ നഷ്ടമായി, പിന്നെ അങ്കിൾ ബെന്നിന് നഷ്ടമായി. പിന്നീട് നമ്മുടെ പീറ്ററിനെ നോക്കിയതും വളർത്തിയതുമൊക്കെ ആൻമയായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പീറ്ററിൻ്റെ പവേഴ്സ് കിട്ടുന്നത്, ടോണി സ്റ്റാർക്കിനെ കണ്ടുമുട്ടുന്നത്. ടോണി സ്റ്റാർക്ക് ഒരു ഫാദർ ഫിഗറായിട്ടാണ് നമ്മുടെ പീറ്ററിനുണ്ടായിരുന്നു. പിന്നീടാണ് താനോസിൻ്റെ എൻട്രി. സോ അതിനുശേഷം നമ്മുടെ ടോണി സ്റ്റാർക്ക് മരിച്ചു. അത് പീറ്ററിന് ഉറപ്പായിട്ട് വലിയൊരു സാഡായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. സോ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു മൾട്ടിവേഴ്സ് ഇഷ്യൂ സ്റ്റാർട്ട് ആയിരുന്നു. സോ അതിന് മുമ്പായിട്ട് പീറ്ററിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ആവും. സോ അങ്ങനെ മൾട്ടിവേഴ്സ് ഇഷ്യൂ സ്റ്റാർട്ട് ആവും. നിറയെ വില്ലന്മാർ വരും. സോ അതിൽ ഗ്രീൻ ഗോബ്ലിൻ വന്ന് ആൻമയെ കൊല്ലുന്നുണ്ട്. അതായത് പീറ്ററിന് സ്വന്തം എന്ന് പറയാനുള്ള ഒരേ ഒരാൾ ആൻമയായിരുന്നു. സോ ആൻമയെ നഷ്ടമായി. അവസാനം പീറ്റർ വലിയൊരു സാക്രിഫൈസ് ചെയ്ത് എല്ലാ പേരും പീറ്റർ പാർക്കറിനെ മറക്കുകയാണ്. പ്രത്യേകിച്ച് തൻ്റെ ഗേൾ ഫ്രണ്ട് MJ, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നെഡ്, അങ്ങനെ എല്ലാ പേരും പീറ്ററിനെ മറക്കുകയാണ്. അങ്ങനെ ഇപ്പം പീറ്റർ വന്ന് ഈ ഒരു വേൾഡിൽ ഒരു എലോൺ ആയിട്ടുള്ള പേഴ്സണാണ്. സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് പീറ്റർ പാർക്കർ മാറിയിരിക്കുകയാണ്. ബട്ട് ഇവിടെ ഏറ്റവും വലിയ കഷ്ടമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർ വന്ന് ജസ്റ്റ് എ കിഡാണ്. സോ ഒരു കിഡായിരുന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പീറ്ററിന് നഷ്ടമായത്. ഉറപ്പായിട്ടും MCUവിൽ ഒരു ഭയങ്കര എല്ലാം നഷ്ടമായ ഒരു ക്യാരക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ് പീറ്റർ പാർക്കർ. അടുത്ത ക്യാരക്ടർ നമ്മൾ തോർ. സോ തോറും MCUവിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. സോ തോർ വന്ന് ദൈവമാണ്. സാധാരണ ദൈവങ്ങളുടെ ലൈഫൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, തോറെല്ലാം നഷ്ടമായ ക്യാരക്ടറാണ്. സോ എവിടെ നിന്ന് തുടങ്ങാമെന്ന് ആലോചിക്കണേ, കാരണം ഒരുപാടുണ്ട്. ഫസ്റ്റിന് തോറിന് തൻ്റെ അമ്മയെ നഷ്ടമായി, തൻ്റെ അച്ഛനെ നഷ്ടമായി. സോ പിന്നീട് ഹെല കാരണം തൻ്റെ ഒരു കണ്ണ് പോയി. പിന്നീട് താൻ ജനിച്ചത് വളർന്നതുമായിട്ടുള്ള തൻ്റെ പ്ലാനറ്റ് ആസ്കാർഡ് എന്ന റെലം തന്നെ നഷ്ടമായി. അവസാനം അവിടെയുള്ള പീപ്പിൾസിനെ കൊണ്ട് പോയപ്പോൾ താനോസ് വന്ന് ആ ഒരു പാതി ആസ്കാർഡിയൻസിനെ കളഞ്ഞു. പിന്നീട് തൻ്റെ ബ്രദർ ലോക്കി നഷ്ടമായി. സോ അതിനുശേഷം ഈ ഒരു എൻഡ് ഗെയിം സമയത്ത് തോർ ഡിപ്രഷനിൽ പോയി, ഫാറ്റായിരുന്നു. സോ ആ ഒരു സമയം എൻഡ് ഗെയിമിന് ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക ടോണിയെ നഷ്ടമായി, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടാതെ നടാശ നഷ്ടമായി. സോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നീട് ലവ് ആൻഡ് തണ്ടറിൽ ഒട്ട് കിടക്കുമ്പോഴേക്കും നമ്മുടെ തോറിന് തൻ്റെ ഗേൾ ഫ്രണ്ട് ജെയിൻ ഫോഴ്സ് നഷ്ടമായി. സോ അങ്ങനെ എല്ലാം നഷ്ടമായ ഒരു ക്യാരക്ടർ തന്നെയാണ് തോറ്. സോ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ MCUവിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.